ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പെൺകുട്ടി. ഇന്നലെ രാത്രിയാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് സോനുവിനെ തള്ളിയിട്ടത്. മദ്യപിച്ചെത്തിയ പനച്ചിമ്മൂട് സ്വദേശി സുരേഷ് കുമാറാണ് പെൺകുട്ടിയെ ആക്രമിച്ച് പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ടത്. സോനുവിന്റെ സുഹൃത്ത് അർച്ചനയെയും പ്രതി ആക്രമിച്ചു. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ്. സീറ്റിനടുത്ത് നിന്ന് മാറാത്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണമെന്നാണ് പ്രതി പറയുന്നത്. 14 വർഷങ്ങൾക്ക് മുൻപ് 2011 ഫെബ്രുവരി 1 ഷൊർണൂർ സ്വദേശിയായ 23-കാരി സൗമ്യയുടെ കൊലപാതകം. എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോകവേ ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം എത്തിയപ്പോൾ തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദചാമി സൗമ്യയെ പുറത്തേക്ക് തള്ളിയിട്ടു. പിന്നാലെ ചാടിയിറങ്ങി പാളത്തിൽ പരിക്കേറ്റ് ചോര വാർന്നു കിടന്ന യുവതിയെ ക്രൂര ബലാത്സംഗത്തിനും ആക്രമണത്തിനും ഇരയാക്കി. കേരളം ഞെട്ടിയ ആ ക്രൂര കൊലപാതകത്തിന് ശേഷം വർഷം ഇത്രയും കഴിയുമ്പോഴും സ്ത്രീ സുരക്ഷ കടലാസിൽ ഒതുങ്ങുന്നു. ആവർത്തിക്കുന്ന ഇത്തരം സംഭവങ്ങൾക്ക് ഉത്തരവാദി ആരാണ്? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ സുഭാഷ് ബാബു, റിട്ടയർഡ് SP, ശ്രീ ഉപേന്ദ്ര നാരായണൻ, റോഡ് സുരക്ഷാ വിദഗ്ധൻ, ദിവ്യ ദിവാകർ, സാമൂഹ്യ നിരീക്ഷക, ബിജു തുറയിൽക്കുന്ന്, ട്രെയിൻ യാത്രക്കാരൻ, ഒപ്പം തന്നെ ഈ ശ്രീകുട്ടിയുടെ അമ്മ സോന എന്ന ശ്രീകുട്ടിയുടെ അമ്മ പ്രിയദർശിനിയെയും ഈ ചർച്ചയിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ സുഭാഷ് ബാബു, ഇന്നലെ വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഈ സംഭവം ഉണ്ടായത്. ആ കമ്പാർട്ട്മെന്റിലെ ആളുകൾ ഉണർന്ന് പ്രവർത്തിച്ചു. അടുത്ത വന്ന മെമു ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് അദ്ദേഹത്തിൻ്റെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് പെൺകുട്ടിയെ വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനും ഇന്ന് ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന രീതിയിൽ ഒരു പോരാട്ടം സാധ്യമാക്കിയതും. അല്ലായിരുന്നുവെങ്കിൽ മറ്റൊരു രക്തസാക്ഷി കൂടി ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്? ട്രെയിൻ സുരക്ഷ എന്ന കാര്യം നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നതാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ചർച്ചകൾ നടക്കുന്നു. അതിനുശേഷവും എത്രയോ രക്തസാക്ഷികൾ ഉണ്ടായതിനു ശേഷവും ഇതിപ്പോഴും ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ ആകാംക്ഷയും വ്യാകുലതയും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അത് ചെറിയ തോതിലെങ്കിലും എല്ലാ ദിവസവും ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങളിൽ പെട്ടത് തന്നെയാണ്. അപ്പൊ ഇതില് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന സൗമ്യയുടെ അതേമാതിരി വേറെ 2-3 സംഭവങ്ങൾ അതിന് ശേഷം മരിച്ചില്ല, അല്ലെ അതേമാതിരി മറ്റു രീതിയിൽ പീഡിപ്പിക്കപ്പെടാത്ത രീതിയിൽ ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മോഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിലുള്ള പ്രധാന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, നമ്മള് ഈ സുരക്ഷയുണ്ട്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ട്രെയിൻ യാത്ര പോകുന്ന അവസരത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെയുള്ള ഫോഴ്സിനെ ഒന്നും ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തീരെ കാണാറില്ല. ഇന്നലെ ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിരുന്നു, കേരള എക്സ്പ്രസിലായിരുന്നു ഈ സംഭവം നടന്നത്. ഒരു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഭാഗമായ ആരും തന്നെ അതിലുണ്ടായിരുന്നില്ല എന്നതാണ് യാത്രക്കാർ പിന്നീട് മാധ്യമങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ യാത്രക്കാർ പറഞ്ഞത്. ആരും ഉണ്ടായിരുന്നില്ല ആ ട്രെയിനിൽ. ഇപ്പൊ ഇല്ല. ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാണാറില്ല എന്ന്. കാരണം നമ്മള് ഏതിലെങ്കിലും നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിൽ നടന്ന പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയും കയറുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ ഇതിൽ പോകുമ്പോൾ. അപ്പൊ അവിടെ ഒന്നും ഞാൻ കാണാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ കാണുന്നില്ല എന്ന്. അത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആയാലും പോലീസിന്റെ ബീറ്റാണ് സാധാരണ ഉണ്ടാകുന്നത്. ഇപ്പൊ പോലീസിനെ സംബന്ധിച്ചിടത്തോളം തീരെ അപ്രസക്തമായ രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് അല്ലെ ബന്ദോബസ്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. അപ്പൊ അവർ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആൾക്ഷാമം ഉണ്ട്, ട്രെയിനിന്റെ എണ്ണം കൂടി, ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ഒക്കെ പറയുന്നത്. പക്ഷെ റെയിൽവേയിൽ ഇത്ര ഭീമമായ നവീകരണം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റി ഒരു പ്രധാന ഘടകമാകുമ്പോൾ അതിനും കൂടെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. പിന്നെ ഇതിൽ നമ്മൾ പറയുന്നുണ്ട്, ഏതെങ്കിലും റിസർവ്ഡ് കോച്ച് ഉള്ളതിനകത്തില് ആരെങ്കിലും അതിക്രമിച്ചു കയറി അവിടെ മോഷണോ അല്ലെ മറ്റു രീതിയിലുള്ള സാമൂഹ്യദ്രോഹ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എവിടെയെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഒരു പോലീസ് ഉണ്ടെങ്കിൽ പോലും ഈ ജനറൽ കോച്ചിലോ ലേഡീസ് കമ്പാർട്ട്മെന്റിലോ ഈ സംവിധാനമല്ല. മുമ്പ് ലേഡീസ് കമ്പാർട്ട്മെന്റ് നിർബന്ധമായിട്ടും പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ, അതായത് സന്ധ്യയാവുന്നതിന് ശേഷം രാത്രികാലങ്ങളിൽ നിർബന്ധമായിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചു നാൾ അതിന്റെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള ആളുകളെ ആരെയും നമുക്ക് കാണാനില്ല. അതുകൊണ്ട് ഇപ്പോ യഥാർത്ഥത്തിൽ ഈ സംഭവിക്കുന്നതൊക്കെ എന്താണ്, പ്രധാനപ്പെട്ട റിസർവ്ഡ് കോച്ചിലോ ഹൈ ക്ലാസ്സിലൊന്നും അല്ല. അവിടൊക്കെ മോഷണമോ അതേമാതിരിയുള്ള ചെറിയ ചെറിയ ഭീഷണിപ്പെടുത്തലുള്ള മറ്റു രീതിയിലുള്ള അവമര്യാദ പെരുമാറ്റമുള്ള ഇതേമാതിരിയുള്ള
പീഡനങ്ങൾ നടക്കുന്നത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഇതേമാതിരി ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. ജനറൽ കമ്പാർട്ട്മെന്റ് ആളുകൾക്ക് കയറാനും ഇറങ്ങാനും പോലും സൗകര്യമില്ലാത്ത സംവിധാനം, അത്ര തിരക്കാണ്. ഈ തിരക്കുള്ളതിന്റെ ഇടയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആരെങ്കിലും കണ്ടതായിട്ട് ഈ ചർച്ചയിലുള്ള ഏതെങ്കിലും മഹാപ്രതിഭകൾക്ക് പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. കാരണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഇതിനെ ചോദ്യം സുഭാഷ് ബാബു, നോക്കൂ, ഈ ട്രെയിനിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. ഒരു സംഭവം ഉണ്ടായതിനു ശേഷവും ഇടപെടാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആരുടെയും സാന്നിധ്യം ആ ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല. അത് പോട്ടെ, ഇയാൾ ഈ പിടിയിലാകുമ്പോൾ ഇയാളുടെ കാല് നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല, പോലീസിന് ചോദ്യം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അയാൾക്ക് ബോധമുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ ഈ ട്രെയിനിൽ സ്റ്റേഷനിൽ എത്തുന്നു, അതിനുശേഷം ഈ കമ്പാർട്ട്മെന്റിൽ കയറുന്നു, യാത്ര തുടരുന്നു, ആ യാത്രയിലുടനീളം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയത് ചോദ്യം ചെയ്തതാണ് വാക്കുതർക്കത്തിലേക്ക് നയിക്കുകയും പിന്നീട് പക മൂലം പുറത്തേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ അതിനു മുൻപുണ്ടായി. അപ്പോൾ സ്റ്റേഷനിൽ ഉൾപ്പെടെ ഇയാൾ ഈ മദ്യലഹരിയിൽ ഇങ്ങനെ എത്തി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതും ഗൗരവതരത്തിൽ കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം മദ്യം എന്ന് പറയുന്നത് സാർവത്രികമാണ്. അതേപോലെ തന്നെ മയക്കുമരുന്ന് ഇപ്പൊ തന്നെ അനുവദനീയം അല്ലെങ്കിൽ പോലും മയക്കുമരുന്ന് അതിനേക്കാൾ സുലഭമായിട്ട് ലഭിക്കുന്ന ഉപയോഗം നടക്കുന്നതാണ്. അപ്പം ഈ രണ്ട് മയക്കുമരുന്നിന്റെ ഇതേമാതിരി മദ്യത്തിന്റെ ഉപയോഗം വളരെ കൂടിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ കുറച്ച് അക്രമാസക്തരാകും. അതുകൊണ്ട് പ്രത്യേകിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, മദ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ കുറച്ച് ശാന്ത സ്വഭാവക്കാരനാരും, കാരണം അവന് പ്രതികരിക്കാനുള്ള ശേഷി കുറയും. പക്ഷെ നേരെ മറിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ വളരെ ഗൗരവതരമായിട്ട് വളരെ ക്രോധത്തോടുകൂടിയും വിദ്വേഷത്തോടുകൂടി പ്രതികരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന്റെ കൂടെ മദ്യവും മയക്കുമരുന്ന് ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭ്രാന്താണ് ഇവർക്ക് പൊതുവെ ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ വ്യക്തി മിക്കവാറും അതിൽ പെട്ടുന്ന കാലമാണ്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കാല് നിലത്ത് പോലും നിൽക്കുന്നില്ല, അതുപോലെ തന്നെ സംസാരിക്കും പോലും അവ്യക്തമായ സംസാരമാണെന്നൊക്കെയാണല്ലോ ഇവരെല്ലാം പറഞ്ഞിരുന്നത്, ആ കുട്ടി പറയുന്നത് കേട്ടിരുന്നു നമ്മള്. പക്ഷെ ഇവിടെ മദ്യപിച്ച് ട്രെയിനിൽ കയറാൻ പാടില്ല എന്ന് ഇവിടെ പറഞ്ഞത്. അതിന് ട്രെയിനിൽ ഉള്ളിൽ നിന്ന് മദ്യപിക്കുക എന്ന് മാത്രമേ നിയമമുള്ളൂ. അല്ലാണ്ട് പ്ലാറ്റ്ഫോമിൽ മദ്യപിച്ച് കണ്ട അവിടെ മറ്റു ആളുകൾക്ക്, യാത്രക്കാർക്ക് അലോസരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഒക്കെ ഇടപെടാറുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ആളുകളൊക്കെ അങ്ങനെ കണ്ടു കഴിഞ്ഞ് ഒഴിഞ്ഞു പോവാണ്. സ്ത്രീകൾ പ്രത്യേകിച്ചും അങ്ങനെയുള്ള ആളുകളുടെ ആ വഴിക്ക് നടക്കാതെ വേറൊരു ഭാഗത്തൂടെ നടന്നുപോയി ട്രെയിനിൽ കയറിയിരിക്കുക. ട്രെയിനിൽ കയറിയതിനു ശേഷം എന്താന്ന് പറഞ്ഞാൽ അവർ ഒഴിഞ്ഞൊഴിഞ്ഞു മാറി, ഇതിങ്ങനെ ആൾ വന്ന് അവിടെ നിന്ന് മാറി വേറെ എവിടേക്ക് പോയിരിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടി ഒരാളില്ല. പ്രത്യേകിച്ച് ഈ ട്രെയിനിൽ ഒരാളും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇത്രയും ഒരു എക്സ്പ്രസ് ട്രെയിനിലും ആളുണ്ടായിരുന്നില്ല. ഈ സ്റ്റേഷനുകളിലും ആളുകൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഈ രീതിയിൽ ലക്ക് കെട്ട മനുഷ്യർക്ക് എക്സ്പ്രസ് ട്രെയിനുകൾ ഇതുപോലെ സ്ത്രീകൾക്കെതിരായ അതിക്രമം നടത്താനുള്ള ഇടമാക്കി മാറ്റുന്നതിൽ അവിടെ ഉണ്ടായ വീഴ്ചകളും ഒരു കാരണമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീമതി ദിവ്യ ദിവാകർ, നോക്കൂ, സൗമ്യയുടെ വിഷയം 15 വർഷം മുമ്പ് സംഭവിച്ചതാണ്. അന്ന് കേരളം നടുങ്ങിപ്പോയ ഒരു സംഭവമാണ്. അതിനുശേഷം 15ാം വർഷവും നമ്മൾ അതേപോലെ ഒരു സംഭവത്തിൽ സാക്ഷികളാവുകയും അത് ചർച്ച ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു. സാഹചര്യങ്ങളിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അന്ന് സൗമ്യ ഒരു പാസഞ്ചർ ട്രെയിനിലായിരുന്നു, ലേഡീസ് കമ്പാർട്ട്മെന്റ് ആയിരുന്നു തെരഞ്ഞെടുത്തത്, ആളൊഴിഞ്ഞ സമയമായിരുന്നു. അതൊക്കെ ഈ അക്രമിക്ക് കൂടുതൽ സഹായകരമായി. പക്ഷെ നോക്കൂ, ഇത് കുറച്ചുകൂടി ഗൗരവതരത്തിൽ നമ്മൾ കാണണം. ഇതൊരു എക്സ്പ്രസ് ട്രെയിനാണ്, കുറച്ചുകൂടി ക്ലാസ് കൂടിയ ആളുകൾ യാത്ര ചെയ്യുന്നു എന്ന് നമ്മൾ കരുതിയ ഇടമാണ്. അവിടെ ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ മറ്റാളുകൾക്ക് മുന്നിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ കാലം കടന്നു പോകുമ്പോൾ അതിൻ്റെ ആ അക്രമത്തിന്റെ ഗൗരവം കൂടി വർദ്ധിക്കുന്നു എന്ന് വേണമോ മനസ്സിലാകാൻ. ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ ആളുകൾക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ പോലും ഒരു സുരക്ഷിതത്വവും ഇല്ലാത്തൊരു സാഹചര്യം. നമ്മള് സൗമ്യയുടെ ദുരന്തം സംഭവിച്ച സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ലേഡീസ് കമ്പാർട്ട്മെന്റ് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത്. സൗമ്യ ചെയ്ത ഒരു മണ്ടത്തരമാണ്. കാരണം ട്രെയിനിലുള്ള എല്ലാവരും, ആ കമ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും ഇറങ്ങി കഴിഞ്ഞപ്പം സൗമ്യ ഇറങ്ങിയിട്ട് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറണമായിരുന്നു, അങ്ങനെയാണെങ്കിൽ സൗമ്യ സേഫ് ആവുമായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് വാദങ്ങൾ നമ്മൾ അന്ന് കേട്ടതാണ്. പക്ഷെ നമ്മളെ ഇന്ത്യൻ റെയിൽവേ മൊത്തത്തിൽ തന്നെ സുരക്ഷിതമല്ല എന്നുള്ളത് ഓരോ ദിവസവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു ലേഡീസ് കമ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ജനറൽ കമ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, സ്ലീപ്പറോ എ സിയോ ഏതായാലും അവസ്ഥ ഒന്ന് തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്നിപ്പം ഇത്രത്തോളം ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിരിക്കും അത്.
അവിടെ നിന്നിട്ടാണ് ഈ ഈ കുട്ടി ഒറ്റയ്ക്കുമല്ല, കൂടെ കൂട്ടുകാരിയായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുണ്ട്. എന്നിട്ടാണ് ഇയാള് ചവിട്ടിത്തള്ളി പുറത്തേക്ക് ഇട്ടത്. അപ്പം നമ്മുടെ സുരക്ഷ എന്ന് പറയുന്ന ഒരു കമ്പാർട്ട്മെന്റിനെ മാത്രമായിട്ടല്ലേ, സൗമ്യയുടെ കേസിൽ നമ്മൾ അന്ന് പറഞ്ഞ മാതിരി ലേഡീസ് കമ്പാർട്ട്മെന്റിന്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നം കൊണ്ടാണ്, ആളില്ലാത്തപ്പോ ഒറ്റയ്ക്ക് ഇരിക്കരുത്, ഇത്തരം വാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ളതും ഫാൾട്ട് നമ്മുടെ സിസ്റ്റത്തിനാണ്, നമ്മുടെ റെയിൽവേ സംവിധാനത്തിനാണ് തകരാറ് എന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും അംഗീകരിക്കുകയും ഗവൺമെന്റിന്റെ മേലിൽ ശക്തമായിട്ടുള്ള, കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ അത് ചെയ്യേണ്ടത്, ശക്തമായിട്ടുള്ള സമ്മർദ്ദം സാധാരണ ജനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്താൽ മാത്രമേ ഇതിനൊരു മാറ്റം സംഭവിക്കുകയുള്ളൂ. റെയിൽവേ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിനെ നമ്മൾ ട്രെയിനുകളിൽ കാണുന്നതേ ഇല്ല. അപ്പൊ നേരത്തെ സംസാരിച്ചവരൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞു. സുരക്ഷ ഉറപ്പാക്കേണ്ടത് റെയിൽവേ പോലീസാണ്, ട്രെയിനിന്റെ ഉള്ളിൽ സുരക്ഷ ഉറപ്പാക്കേണ്ട റെയിൽവേ പോലീസാണല്ലോ. പക്ഷെ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഈ റെയിൽവേ പോലീസിനെ ഞാൻ എവിടെയും കാണാറില്ല. പിന്നെ എന്താണ് യാത്രക്കാർ സ്വയം സുരക്ഷ? ഇന്നാണ് ഒരു കോടതി വിധി ഓർമ്മ വരുന്നു. നമ്മുടെ ലഗേജോ നമ്മുടെ എന്തെങ്കിലും പൈസയോ ഒക്കെ ട്രെയിനിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് യാത്രക്കാരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് റെയിൽവേ ഉത്തരവാദിത്തം, റെയിൽവേ അതിന് നഷ്ടപരിഹാരം തരാൻ ബാധ്യസ്ഥരല്ല. ഇത്തരം ഒരു വിധിയും നാളെ കണ്ടത് ഞാൻ ഓർക്കുന്നു. അപ്പൊ എന്ത് സുരക്ഷ, എന്ത് ഉത്തരവാദിത്തമാണ് ഈ റെയിൽവേ യാത്രക്കാർക്ക് പ്രൊവൈഡ് ചെയ്തത്? അത് പൈസ വാങ്ങുക എന്നുള്ളത് മാത്രമാണോ? ടിക്കറ്റിന്റെ പൈസ വാങ്ങുക എന്നുള്ളത് മാത്രമാണോ റെയിൽവേയുടെ ഉത്തരവാദിത്വം? ഇത് ശരിക്കും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മള് ഒരു ഫ്ലൈറ്റിൽ നമ്മൾ കയറാൻ പോവാണെന്ന് വിചാരിച്ചോളൂ, എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ ആ ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റുന്നത്. നമ്മുടെ കയ്യിൽ ഒരു കത്തിയോ ഒരു ബ്ലേഡ് ഉണ്ടെങ്കിൽ പോലും അത് മാറ്റി വെപ്പിച്ചിട്ട് അത്രയ്ക്കും സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷം മാത്രമാണ് നമുക്കൊരു വിമാനത്തിനുള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. റോഡിൽ പോലും ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ നിൽക്കുന്നു, ചെക്ക് ചെയ്യുന്നു, നമുക്ക് ലൈസൻസ് ഉണ്ടോ, ഹെൽമെറ്റ് ഉണ്ടോ, മദ്യപിച്ചിട്ടുണ്ടോ, ഊതിക്കുന്നു, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ട്രെയിനിൽ മാത്രം ഈ അരക്ഷിതാവസ്ഥ? ട്രെയിനിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സുരക്ഷാ പരിശോധന നമ്മൾ ഓരോ യാത്രക്കാരും കയറുന്നതിന് മുമ്പ് നടത്തിക്കൂടാ? മദ്യപിച്ച ഒരാളെ അവിടെ ഇതുപോലെ പിന്നെ ഒന്ന് ചെക്ക് ചെയ്തൂടെ, അയാൾ മദ്യപാനിയാണോ എന്ന് പരിശോധിക്കാൻ ഈ റോഡിൽ നിൽക്കുന്ന പോലീസുകാർ ചെയ്യുന്നത് പോലെ അവരെയും പിടിച്ചൊന്ന് ഊതിക്കാലോ. അങ്ങനെ ഊതിയിട്ടുണ്ടെങ്കിൽ ഇവര് മദ്യപിച്ചിട്ടുണ്ടോ, മയക്കുമരുന്നാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ പോലെയുള്ള ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ആ സമയത്ത് നടക്കാൻ പറ്റില്ല. എന്നാൽ പോലും ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയാൻ കഴിയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന പരിശോധനകൾ പെട്ടെന്ന് നടത്താം. അപ്പൊ അത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത്തരം യാത്രക്കാരെ ട്രെയിനിലേക്ക് കയറ്റാതിരിക്കുക എന്നുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഇനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് പേരുടെ സൗമ്യയുടേത് നമ്മൾ അത്രയും, സൗമ്യ ബലാത്സംഗം ചെയ്യപ്പെട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു അത് അത്രയും വലിയ വാർത്തയായത്. ഈ കുട്ടിക്കുണ്ടായത് സെയിം അപകടമാണ്, അതേപോലെ തന്നെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ആ കുട്ടി. പക്ഷെ ബലാത്സംഗം ചെയ്യപ്പെട്ടില്ല, ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിലാണ്. അത് ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള വലിയ പ്രയത്നത്തിലാണ്. അങ്ങനെ രക്ഷിക്കാനായത് ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ ഈ സമയം നമുക്ക് മറിച്ചൊരു കാര്യം ചർച്ച ചെയ്യേണ്ടി വന്നേനെ, അല്ലെങ്കിൽ അത് അത്രയധികം തീവ്രമായി പോയേനെ സാഹചര്യം എന്നതാണ്. എന്തായാലും വളരെ വേഗം ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്, ജീവിതം ആ നിലയിൽ തുടങ്ങുന്ന പെൺകുട്ടിയാണ്, വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. വളരെ വേഗം ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. ഞാൻ തിരിച്ചെത്താം. ദിവ്യ, ബിജു തുറയിൽ കുന്ന് സ്ഥിരം ട്രെയിൻ യാത്രക്കാരനായ വ്യക്തിയാണ് ബിജു. ഏതാണ്ട് 10-25 വർഷമായി സ്ഥിരമായി ട്രെയിൻ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് ബിജു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സൗമ്യ, നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ സൗമ്യയുടെ മരണം അത്രമാത്രം കേരളം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ അതിക്രൂരമായ ബലാത്സംഗം, ഒപ്പം തന്നെ കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയാം. സൗമ്യയ്ക്കുണ്ടായത് അങ്ങനെ ഒരു ദുരന്തമായിരുന്നു, അതുകൊണ്ട് അത് വാർത്തയായി. ഇന്നിപ്പോൾ ഈ പെൺകുട്ടിയുടെ സംഭവത്തിലും യാത്രക്കാർ ഇടപെടുന്നു, ട്രെയിൻ നിർത്തി ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അങ്ങനെ മാധ്യമ ശ്രദ്ധയിലേക്ക് ആ കാര്യം വരുന്നു. 3 മാസം മുൻപ് കോഴിക്കോട് സമാനമായ നിലയിലൊരു സംഭവം ഉണ്ടായി. ഒരു 64 വയസ്സുകാരി, അവരുടെ പണം മോഷ്ടിക്കപ്പെട്ടു. അവരെ ഇതേപോലെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിന് ശേഷമാണ് ഈ മോഷണം നടക്കുന്നത്. അങ്ങനെ ചില സംഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു. അങ്ങനെ വരാത്ത നിരവധി സംഭവങ്ങൾ, നിരവധി ഇതുപോലെയുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും ധാരാളം ഉണ്ടാകുന്നുണ്ട്. അത് കേസിന് പോകുന്നവർ അതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം തള്ളി നീക്കുന്നു, അല്ലാത്തവർ പുറത്തു പറയാതെയോ അറിയാതെയോ ഒക്കെ പോകുന്നു. അങ്ങനെയുള്ള അവസ്ഥയാണ്. ഒരു സ്ഥിരം ട്രെയിൻ യാത്രക്കാരൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് നിത്യസംഭവമായി മാറിയിരിക്കുന്നു എന്നതാണോ? എവിടെയാണ് അലംഭാവം? എന്തൊക്കെയാണ് താങ്കളുടെ അനുഭവങ്ങൾ?
ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. അതായത് 25 വർഷമായിട്ട് കരുനാഗപ്പള്ളി നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയും വരികയും ചെയ്യുന്ന ആളാണ്. കൂടുതലും രാത്രി യാത്രകളാണ് ഞാൻ നടത്തുന്നത്. ഇത് ഈ കുട്ടികളിൽ മാത്രം ഇത് അവസാനിക്കുന്നില്ല. ഈ ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കത്തേ ഉള്ളൂ. ഈ ദാരുണ സംഭവങ്ങൾ ഇനിയും തുടരും. ഞാൻ റെയിൽവേ പോലീസിനെ കാണുന്നത് TTക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് വരുന്നതാണ് റെയിൽവേ പോലീസിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. സ്ഥിരമായി TT സ്ക്വാഡിന്റെ കൂടെ ഒരു ഒന്നോ രണ്ടോ പോലീസ് ഉണ്ടാവും. പക്ഷെ ഇടക്കാലത്ത് ഈ സൗമ്യ ദുരന്തം കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ പോലീസ് ഉണ്ടായിരുന്നു. പിന്നെ യഥാർത്ഥത്തിൽ പണ്ട് നമ്മുടെ ശശി തരൂർ സാർ പറഞ്ഞ പോലെ ഒരു ട്രെയിനിലെ കാലിത്തൊഴുത്താണ് യഥാർത്ഥത്തിൽ ജനറൽ കമ്പാർട്ട്മെന്റ്. സത്യത്തിൽ വളരെ സങ്കടം തോന്നും. വെച്ചാൽ ഞാൻ നോക്കിയിട്ട് പലപ്പോഴും മുഷിഞ്ഞ ആളുകൾ എന്ന് വെച്ചാൽ ഈ ഓടയിലൊക്കെ കിടന്നിട്ട് ഉള്ള ഫ്രാഡായിട്ടുള്ള ആളുകൾ ഈ ട്രെയിനിൽ കയറി വരും. ഈ ട്രെയിനിൽ കയറി വന്നിട്ട് നമ്മുടെ ഇടയിൽ ഇരിക്കാൻ ശ്രമിക്കുക, അവരെ അട്ടഹസിക്കുക, അതൊക്കെ അവര് മനോനില തെറ്റിയത് കൊണ്ടാണെന്ന് പറയാം. പക്ഷെ മദ്യപിച്ചിട്ട് വരുന്നവർ ഒരുപാടുണ്ട്. എല്ലാ ദിവസവും മാന്യന്മാര് തൊട്ട് ഏറ്റവും മോശപ്പെട്ട ആളുകൾ വരെ ഉണ്ട്. അത് പലപ്പോഴും ഞാനിത് ഫോട്ടോ എടുത്ത് തന്നെ സഹിയിട്ട് ചിലരുടെ അനാശാസ പ്രവർത്തികൾ ഫോട്ടോ എടുത്ത് ട്രെയിനിലിട്ട് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വൈറലായിട്ടുണ്ട്. ഇതില് പ്രധാനമായിട്ട് സംഭവിച്ചതെന്ന് പറയുന്നത്, ഇതിപ്പോ മാഡം പറഞ്ഞത് വെച്ചിട്ട് ഒറ്റയ്ക്കാകുന്നു, ആ പെൺകുട്ടി ഒറ്റയ്ക്ക് വന്നതാണ്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ മാഡം? അപ്പൊ ഒറ്റപ്പെട്ട് പോയത് കൊണ്ടാകാം ഈ മദ്യപാനി അങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. പിന്നെ ട്രെയിൻ നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ വിജനമായ സ്റ്റേഷനുകളിൽ പോലും, അതായത് കയറാൻ കുറവുള്ള സ്റ്റേഷനിൽ പോലും ട്രെയിൻ നിർത്താറുണ്ട്. അത്തരം പ്ലാറ്റ്ഫോമിലൊക്കെ കിടന്ന് മദ്യപിച്ച് ലക്കുകെട്ട് കിടക്കുന്ന ആളുകൾക്ക് ചെറിയ ബോധം വരുമ്പോൾ അവർ വലിഞ്ഞു പിടിച്ച് ട്രെയിനിൽ കയറും. ഇവരൊരു ടിക്കറ്റ് എടുക്കാറേ ഇല്ല. ഇനി എടുത്താൽ തന്നെ മദ്യപിച്ച് അവർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്ന് സീറ്റിന്റെ അടിയിൽ കയറി കിടക്കാറുണ്ട്. വാതക്കലാണ് കൂടുതൽ ഇവർ കിടക്കുന്നത്. ഇവരെ ചവിട്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ കയറി ഇറങ്ങി ചെയ്യുന്നത്. അത് ഇന്നത്തെ ട്രെയിനിൽ കയറി, അത് പ്രധാനമായിട്ട് രാത്രിയിൽ ഓടുന്ന മലബാർ, മാവേലി, അമൃത, മംഗലാപുരം, ദിബ്രുഗഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് കൊണ്ട് പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വണ്ടികളാണ്. കുളിക്കാത്ത കുറെ നമ്മുടെ ഇതര സംസ്ഥാന സഹോദരന്മാര് കയറി പോകുന്ന വണ്ടിയാണ്. സ്ത്രീകൾ, അതിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് വലിയ ശല്യമില്ല. സ്ത്രീകൾക്ക് ശല്യമായിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ മംഗലാപുരം വണ്ടികളിലും, പിന്നെ ഇതിപ്പോ കേരള എക്സ്പ്രസ് ഡൽഹിയിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ മലയാളിയാണ് ഇത് ചെയ്തത്. പക്ഷേ ഇതിന് എവിടെ വണ്ടി പിടിച്ചിട്ടാൽ, ഔട്ടറിൽ പിടിച്ചിട്ടാൽ പോലും അവിടെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് വണ്ടി വലിഞ്ഞു കയറണമെന്ന് തോന്നിയാൽ കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ നേരത്തെ ഒരു മാഡം പറഞ്ഞ പോലെ പോലീസുകാർക്ക് ഇത് പരിശോധിച്ച് വിടാനൊന്നും പറ്റത്തില്ല. കാരണം ആയിരക്കണക്കിന് ആളുകളാണ് വണ്ടി വിടാറാവുമ്പോൾ തന്നെ ഓടിപ്പാഞ്ഞു വന്ന് കയറുന്നത്. അപ്പൊ ഈ ദുരന്തം ഇനി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന് ചെയ്യാവുന്ന ഒരൊറ്റ പരിപാടിയുള്ളൂ. സ്റ്റേഷനിൽ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്ന പോലൊന്നും കൊണ്ടുവന്ന് കയറ്റാൻ പറ്റത്തില്ല. ആള് കുറവുള്ള സ്റ്റേഷനുകളിലെ സ്റ്റോപ്പുകൾ പരമാവധി അവസാനിപ്പിച്ചിട്ട് വരുമാനം കൂടുതലുള്ള സ്റ്റേഷനുകളിൽ മാത്രം പോലീസുകാരെയൊക്കെ നിർത്തി ചെക്ക് ചെയ്ത് കയറ്റുക. പിന്നെ റെയിൽവേ പാളത്തിലൂടെ അങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിരവധി പേരുണ്ടാകും. ചിലപ്പോൾ ആ സ്റ്റേഷൻ, അവിടെ ഒരു സ്റ്റേഷൻ ഉള്ളത് കൊണ്ട് മാത്രം അതിന് സഹായകമാകുന്ന ഒരുപാട് പേരുണ്ടാകും. ഒരുപാട് പേരുടെ വരുമാന മാർഗങ്ങൾ മുട്ടും. മാത്രവുമല്ല, എത്ര സമ്മർദ്ദം ചെലുത്തിയാണ് ഓരോ സ്റ്റോപ്പുകൾ കൂടുതലായി അനുവദിക്കുന്നതും വാങ്ങിയെടുക്കുന്നതും ഒക്കെ. അതൊരു പരിഹാരമാണോ? എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നത് പോലെ അക്രമികൾ ഉണ്ടാകും, അക്രമ സംഭവങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് സഹായമാകുന്ന സ്റ്റോപ്പുകൾ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കുകയോ ചെയ്യുന്നതാണോ അതിനൊരു പരിഹാരം എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് രണ്ടാം ഘട്ടത്തിൽ വരാം. ശ്രീ ഉപേന്ദ്രനാരായണൻ, എന്നെ കേൾക്കാമല്ലോ? നമ്മൾ ഈ റോഡ് സേഫ്റ്റി എപ്പോഴും ചർച്ചയാവുന്നതാണ്. റോഡുകളിലെ പ്രശ്നങ്ങൾ, യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ, സുരക്ഷിതത്വമില്ലായ്മ, റോഡിൻ്റെ അപാകതകൾ, അതൊക്കെ ചർച്ച ചെയ്യും. ട്രെയിനിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ഒരു സുരക്ഷിത യാത്രയാണ് ട്രെയിൻ നമുക്ക് നൽകുന്നത് എന്നതാണ്. പക്ഷെ അവിടെ പതിയിരിക്കുന്ന അപകടം എന്ന് പറയുന്നത് സഹയാത്രക്കാരാണ്. സ്ത്രീകളെ ഒറ്റയ്ക്ക് കണ്ടാൽ സ്ത്രീകൾ അപ്പോൾ വാതിൽ നിന്ന് മാറി നിന്നില്ല എന്നതാണ് ഇവിടെ ഒരു പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. വാതിൽ നിന്ന് യാത്ര ചെയ്യുന്ന എത്ര പുരുഷന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ ടിക്കറ്റ് എടുത്ത് ഒരു സമയം പോലും സീറ്റിലിരിക്കാതെ ആ വാതിലിൽ നിന്നായിരിക്കും യാത്ര ചെയ്യുന്നത്. മറ്റുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെന്തോ വാതിൽ നിന്ന് മാറി നിന്നില്ല എന്ന ഒരു കാരണമാണ് പറയുന്നത്. അതാണ് പ്രകോപനം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലും പ്രകോപനമായി പോകും.
അപ്പോൾ ആ സുരക്ഷ ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? ഇത്ര സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചിട്ടുണ്ടായിട്ടും നമ്മൾ അതൊക്കെ ചർച്ച ചെയ്തിട്ടും സുരക്ഷ ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങളും മറ്റുമൊക്കെ നിർദ്ദേശിക്കപ്പെട്ടിട്ടും അതൊന്നും പാലിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതായത് നമ്മുടെ ട്രെയിനുകളുടെ എണ്ണം കൂടി, യാത്രക്കാരുടെ എണ്ണവും വളരെയേറെ കൂടിയിട്ടുണ്ട്. ജനറൽ കമ്പാർട്ട്മെന്റുകളിലാണ് ഇങ്ങനെയുള്ള അനിശ്ചിതാവസ്ഥ നിലവിലുള്ളത്. മറ്റ് റിസർവ്ഡ് കമ്പാർട്ട്മെന്റിലും ഉണ്ട്. പക്ഷെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഇങ്ങനെയുള്ള ഡ്രങ്കേർഡ്സിന് ട്രെയിനിൽ കയറാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു നടപടി RPFന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കാര്യം ഈ മദ്യപാനം ട്രെയിനിനകത്ത് പാടില്ല എന്ന് നിയമമുണ്ട്. പക്ഷേ മിസ്റ്റർ സുഭാഷ് ബാബു പറഞ്ഞ പോലെ മദ്യപിച്ച് ലെക്ക് കെട്ടവന് ട്രെയിനകത്തേക്ക് കയറാം. അതിനൊരു തടയിടൽ ആവശ്യമാണ്. അതായത് നമ്മുടെ റെയിൽവേ പോലീസ് പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ അംഗങ്ങളുടെ എണ്ണം കൂട്ടണം. കൂടാതെ അവരുടെ ബ്രത്ത് അനലൈസർ ഉണ്ടാകണം, ആൽക്കോമീറ്റർ. അപ്പൊ നമ്മുടെ റോഡിൽ പോലീസ് ചെക്ക് ചെയ്യുന്ന മാതിരി ഇങ്ങനെ വളരെയേറെ നിയന്ത്രണം വിട്ട് മദ്യപിച്ച് വരുന്ന ഒരു യാത്രക്കാരനെ ഇറക്കി വിടാൻ ഒരു നിയമം കൂടി വേണം. കാര്യം മറ്റുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് റെയിൽവേയുടെ ചുമതലയാണ്. ഇപ്പൊ നമ്മളുടെ മക്കളെ പഠിക്കാനായാലും ജോലിക്കായാലും നമ്മൾ വിട്ടിട്ട് അച്ഛനും അമ്മയും തീ തിന്നുകയാണ്. കാര്യം ഈ കുട്ടി എപ്പോ വരും, എങ്ങനെ വരും, ട്രെയിൻ ലേറ്റ് ആയാൽ തന്നെ പേടിയാണ്. അപ്പൊ വീട്ടിലെ അമ്മ നീറിപ്പോഞ്ഞാണ് ഇരിക്കുന്നത് ട്രെയിൻ അരമണിക്കൂർ വൈകിയാൽ. അപ്പോ ഇത്തരം അമ്മമാരുടെ മനസ്സിൽ തീ കെടുത്താനായിട്ട് നമ്മുടെ MP-മാർ റെയിൽവേ മന്ത്രാലയത്തിന് കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, അതിനകത്ത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ മെമ്പേഴ്സ് എണ്ണം കൂട്ടണം. അവരുടെ കയ്യിൽ ആൽക്കോമീറ്റർ ഉണ്ടാകണം. അവര് ടിക്കറ്റ് എക്സാമിനറെ മാത്രം പ്രൊട്ടക്ട് ചെയ്താൽ പോരാ. ഇങ്ങനെയുള്ള ജനറൽ കമ്പാർട്ട്മെന്റിലുള്ള യാത്രക്കാരെയും മറ്റ് കമ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരെയും അവരെ പ്രൊട്ടക്ട് ചെയ്യാനും അവരെ സെക്യൂർ ആക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. അതിനുള്ള ഡിവൈസസ് അവരുടെ കയ്യിലുണ്ടാകണം. സ്റ്റേഷനിലും മഫ്റ്റിയിലും മറ്റും പോലീസ് ഉദ്യോഗസ്ഥന്മാര് നടന്ന് ഇങ്ങനെ ആർക്കും എവിടെ എന്തും കയറി വരാവുന്ന ഒരു രീതിയാണ് ഇപ്പോ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉള്ളത്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു പ്രിവെൻഷൻ സിസ്റ്റം നമുക്ക് വേണം. സ്റ്റേഷൻസ് ഒക്കെ സെക്യൂർഡ് ആയിരിക്കണം. അതേപോലെ ഓഫീസർമാരുണ്ടായിരിക്കണം. നമുക്കറിയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലയാണ് നമുക്കുള്ളത്. ലോകത്തെ തന്നെ വലിയ റെയിൽ ശൃംഖലകളിൽ ഒന്നാണ് നമ്മളുടേത്. അതിൽ ഏതറ്റം വരെ സുരക്ഷ ഉറപ്പാക്കാം? ഇപ്പോൾ ഇത്രയധികം കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരു ട്രെയിനിൽ ഒരു ഉദ്യോഗസ്ഥൻ സുരക്ഷയ്ക്ക് നിയോഗിക്കപ്പെട്ടാൽ തന്നെ എത്രമാത്രം പോസിബിൾ ആകും അത് എന്നത് നമുക്ക് അറിയില്ല. അപ്പോൾ ഈ ഇത്രയധികം ട്രെയിൻ ശൃംഖലകൾ ഉള്ള സ്ഥലത്ത് എത്ര തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ എത്ര പേരെ അതിനുവേണ്ടി നിയോഗിക്കേണ്ടി വരും എന്നത് ഒരു കാര്യം. അപ്പോൾ തന്നെയും ഇത് തടയാനാകുമോ എന്നൊരു ചോദ്യം ബാക്കിയാണ്. അതോ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടയുന്ന ട്രെയിനുകളുണ്ട്, പ്രീമിയം ക്ലാസ് ട്രെയിനുകളിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. റെയിൽവേ സ്വയം അങ്ങനെ മാറുന്ന തലത്തിലേക്ക്, ട്രെയിനുകൾ അങ്ങനെ സുരക്ഷിതമാക്കി മാറ്റുന്ന തലത്തിലേക്ക് പോകുന്നതാണോ എളുപ്പം? പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്താണ്? അതായത് യൂറോപ്പിലൊക്കെ ഉള്ള മാതിരിയുള്ള ട്രെയിൻ സമ്പ്രദായം നമുക്ക് വേണം. കാര്യം ഹൈലി സെക്യൂർഡ് ആയിരിക്കും. ആ സെക്യൂരിറ്റിയാണ് നമ്മൾക്കൊരു സുരക്ഷാ ബോധം അച്ഛനും അമ്മയ്ക്കും യാത്രക്കാർക്ക് കൊടുക്കുന്നത്. ഇപ്പൊ ഇന്ത്യയില് റെയിൽവേ പ്രോഫിറ്റബിൾ ആയിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ട്രെയിൻ സർവീസ് ഒക്കെ ഇന്ത്യയിലാണ്. പ്രോഫിറ്റബിൾ ആണ്, എഫിഷ്യന്റ് ആണ്. എന്തുകൊണ്ട്? കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് യുവാക്കളെ ട്രെയിൻഡ് ആയിട്ട് ഈ RPFലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് നിയമിച്ചുകൂടാ. കാര്യം നമുക്ക് നമ്മുടെ ജീവനാണ് വില, നമ്മളുടെ കുട്ടികളുടെ ജീവനാണ് വില. നമുക്ക് സുഖമായിട്ടുള്ള യാത്ര, പ്രത്യേകിച്ചും കേരളം മാതിരി ഒരു സ്റ്റേറ്റ് ടൂറിസത്തിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റോഡുകൾ കുറെ പരാധീനതയുണ്ടെങ്കിൽ തന്നെയും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ട്രെയിൻ മാർഗമുള്ള യാത്രയാണ്. അത് സേഫ് ആണ്, എക്കണോമിക്കലാണ്. പക്ഷെ അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള ചീത്തപ്പേരുകൾ കേൾക്കത്തക്ക രീതിയിലേക്ക് മദ്യപാന്മാര്, കഞ്ചാവ് അടിച്ച് കിറങ്ങി നടക്കുന്നവരെല്ലാം ഡീസന്റ് ആയിട്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി അവരുമായിട്ട് വഴക്കുണ്ടാക്കുക, അവരുടെ മൊബൈൽ തട്ടിപ്പറിച്ച് ഇറങ്ങി ഓടുക. അതേമാതിരി പെൺകുട്ടികൾ സത്യത്തിൽ അവർ ആ ഒരു പാസേജിൽ നിന്നൊക്കെ മാറി നിൽക്കണമായിരുന്നു. അപ്പോ അവിടെ അവരെ തള്ളിയിടുക, ചെറിയ കാര്യത്തിന് തള്ളിയിടുക. കാര്യം മനുഷ്യൻ കുറ്റവാളിയാകാൻ ഇപ്പൊ അധികം സമയം വേണ്ട. മനുഷ്യൻ ക്ഷമയില്ല, പക്വതയില്ല. നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ
അത് 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരിലും ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള തീവ്രത വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് ഇട കൊടുക്കാതിരിക്കുകയും ഇതിന്റെ ഒരു പരിഹാര മാർഗമാണ്. കഴിവതും പെൺകുട്ടികൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയ തന്നെയും അവർ കുറെ കൂടെ ഉൾവലിഞ്ഞു നിൽക്കുക. അതായത് പാസേജിലും ഈ മാതിരി ശ്രീ ഉപേന്ദ്രനാരായണൻ, താങ്കൾ ഇത് പറയുമ്പോൾ നോക്കൂ, ഈ സംഭവം നടന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. ട്രെയിൻ യാത്രക്കിടെ ഭിന്നശേഷിക്കാരനായ യുവാവിന് നേരെ ആക്രമണം. കൊല്ലം ശാസ്താംകോട്ടയിൽ വെച്ച് ഐലൻഡ് എക്സ്പ്രസ് ട്രെയിനിലാണ് സംഭവം. ഭിന്നശേഷിക്കാരനായ നാസറിനാണ് പരിക്കേറ്റത് എന്നതാണ് ഈ സംഭവം ഉണ്ടായി. ഇത് ചർച്ചയാകുമ്പോഴാണ് ബംഗളൂരുവിൽ നിന്ന് കന്യാകുമാരിക്ക് പോകുമായിരുന്ന ഐലൻഡ് എക്സ്പ്രസിലെ ഭിന്നശേഷിക്കാരുടെ കമ്പാർട്ട്മെന്റിലാണ് ഈ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴ താമരക്കുളം സ്വദേശി നാസറിനെ ആക്രമിച്ചു. നാസറിനെ ആക്രമിച്ച ശേഷം അക്രമി ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. അപ്പോൾ ഭിന്നശേഷിക്കാരനാണ്, അയാളുടെ കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്തത്, അവിടെ ആക്രമിക്കപ്പെടുകയായിരുന്നു. അപ്പോഴാണ് താങ്കൾ പറയുന്നത് പെൺകുട്ടികളാണെങ്കിൽ കുറച്ച് ഉൾവലിഞ്ഞ് അകത്ത് പോയിരുന്നു, അവിടെയാണെങ്കിൽ സുരക്ഷ കിട്ടുമെന്ന് പറയുന്നതാണ്. ഒരു ഭിന്നശേഷിക്കാരൻ്റെ അവസ്ഥ ഇതാണ്. ഈ ആക്രമിക്കപ്പെടുന്നത് എല്ലാ സ്ത്രീകളല്ല, അതിൽ ചിലതൊക്കെ പുരുഷന്മാരുമാണ്. റെയിൽവേക്ക് 2023-24 മാത്രം 4.57 ലക്ഷം പരാതികൾ ട്രെയിനിലെ അക്രമവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഈ 2024-25 ആവുമ്പോൾ 7 ലക്ഷത്തിന് മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അതൊക്കെ സ്ത്രീകൾ ഉൾവലിഞ്ഞ് അകത്ത് പോകാതിരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന സംഭവങ്ങളല്ല. അല്ലല്ല, ഞാൻ സമ്മതിക്കാം. ഞാൻ ഈ പറഞ്ഞ നമ്മുടെ കുട്ടികൾ, കാര്യം 18-19 വയസ്സുള്ള കുട്ടികളാണ് അവർക്ക് ഈ സുരക്ഷാ ബോധമൊന്നും അവരുടെ ചെവിയിൽ എത്തില്ല. കാര്യം അവരുടെ പ്രായം അങ്ങനെയാണ്. അതേപോലെ ഇനി വരാൻ പോകുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ചലഞ്ചസ്, അതായത് ഇനിയിപ്പോ സ്വർണത്തിന് വലിയ രീതിയിൽ വില കൂടിയിട്ടുണ്ട്. ട്രെയിനിനകത്ത് യാത്ര ചെയ്യുന്നവർ കഴിവതും സ്വർണം ഉപേക്ഷിക്കുക. ട്രെയിനിനകത്ത് സ്വർണം ഉപയോഗിച്ച് നമ്മൾ ആഭരണം ഉപയോഗിച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. കാര്യം ആൾക്കാര് ഈ പിടിച്ചുപറിക്കാര്, മൊബൈൽ മോഷ്ടാക്കള്, സ്ത്രീകളെ ശല്യം ചെയ്യുന്നവര്, എല്ലാ രീതിയിലും നമ്മുടെ റെയിൽവേ കമ്പാർട്ട്മെന്റുകളൊക്കെ അരക്ഷിതാവസ്ഥ നേരിടുന്ന ഒരു സമയത്ത് പരിഹാര മാർഗം നാം സ്വയം. എന്തായാലും റെയിൽവേക്ക് ഈ ടോൾ ഫ്രീ നമ്പറുകളുണ്ട്, ഈ പെട്ടെന്ന് സഹായത്തിന് വിളിക്കാൻ പറ്റുന്ന നമ്പറുകളുണ്ട്, അല്ലെങ്കിൽ മറ്റ് സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകൾ ഒക്കെയുണ്ട്. അതെന്തെങ്കിലും റോഡ് സേഫ്റ്റി സുരക്ഷയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന വ്യക്തിയാകുമ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പറയുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നോക്കൂ, സ്ത്രീകൾ ഉൾവലിഞ്ഞിരിക്കണം, സ്ത്രീകൾ സ്വർണ്ണം ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിലും സ്വർണ്ണം വീട്ടിൽ വെച്ചിട്ട് പോകണം എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലും ഇഷ്ടത്തിലും നമ്മൾ നിബന്ധനകൾ വെക്കുകയാണല്ലോ. അങ്ങനെയല്ലല്ലോ. ഒരാൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് എങ്ങനെയാണോ യാത്ര ചെയ്യേണ്ട രീതിയിൽ പോകണം. അവർ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ കാശ് വാങ്ങുന്ന റെയിൽവേക്കുണ്ട്. സുരക്ഷ ഒരുക്കേണ്ടുന്ന മറ്റു നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ട്. ആ അധികൃതർ അത് ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് സ്വർണം വീട്ടിൽ വെച്ചിട്ട് ഇറങ്ങിയാൽ സുരക്ഷിത യാത്രയാകും എന്ന് ഗ്യാരണ്ടി ആർക്കും എവിടെയും എഴുതി തരാനൊന്നുമില്ലല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ ഇപ്പോൾ റെയിൽവേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരാതികളുടെ എണ്ണം ഓരോ വർഷം കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ നമ്മളുടെ സമൂഹത്തിലുണ്ടാകുന്ന ഇപ്പോൾ മദ്യപാനമായാലും മയക്കുമരുന്ന് ഉപയോഗമായാലും അങ്ങനെ കൂടി വരുന്ന ലഹരി ഉപയോഗം, അതുവഴി കൂടുന്ന അക്രമങ്ങൾ, അതിൻ്റെ ഒരു ഭാഗം റെയിൽവേയിലും കൂടുന്നു എന്ന് വേണമോ ഈ കൂടി വരുന്ന കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ? അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റെയിൽവേ കുത്തഴിഞ്ഞ സംവിധാനമായി, സുരക്ഷിതത്വമില്ലാത്ത സംവിധാനമായി മാറുന്നു, ഈ അക്രമികളും കൊള്ളക്കാരും ഈ കള്ളന്മാരുമൊക്കെ റെയിൽവേ ലക്ഷ്യമിടുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? എന്താണ് സംഭവിക്കുന്നത്? അല്ല, പൊതുവെ കുറെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ട്രെയിൻ യാത്രയുണ്ടെങ്കിൽ മദ്യപിച്ച് ട്രെയിനിൽ കയറുന്ന ഒരു സ്വഭാവം. കാരണം അവിടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറമെ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ കിടന്ന് ഉറങ്ങുകയോ അല്ലെങ്കിൽ യാത്ര ചെയ്യുകയോ ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് അവര് നോർമലാവും. അപ്പൊ അങ്ങനെ കുറെ അധികം ആൾ അതൊരു ഫാഷൻ എന്നുള്ള രീതിയിൽ കുറെ ആളുകൾ അത് അനുവർത്തിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതെന്താന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെ ഉപയോഗമാണ് ശരിക്കും ഇതേമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം പെട്ടെന്ന് അവര് ക്ഷുഭിതരാകും, അവർ അക്ഷമരാണ്, അവരുടെ ആ സിസ്റ്റത്തിന്റെ കൺട്രോൾ അവരുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം പ്രഷർ കൂടി ചെറിയ പ്രശ്നം ഉണ്ടായാലും അവര് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും അക്രമ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നൊരു രീതിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഇവരെയൊക്കെ മാറ്റി നിർത്തണമെന്ന്. അപ്പൊ നമ്മള് അടുത്ത കാലത്ത് കോടതി ഉത്തരവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ മദ്യപിക്കുന്ന ആളായാലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായാലും പോലീസുകാർക്ക് പോലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് കോടതി ഉത്തരവൊക്കെ വന്നിരിക്കുന്നത്. കാരണം അവരുടെ
അവർ മദ്യപിച്ചിട്ടുണ്ടെന്നുള്ളത് തെളിവ് വേണമെങ്കിൽ അവരുടെ ബ്ലഡ് എടുത്ത് ആ ബ്ലഡിനകത്തിൽ എത്ര പെർസെന്റേജ് ആൽക്കഹോൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അയാൾ കുറ്റക്കാരനാകുന്നുള്ളൂ എന്നാണ് പറയുന്നത്, നിയമം പറയുന്നത്. അതേപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബ്ലഡ് എടുത്ത് നോക്കിയതിന് അയാളെ വിട്ടയക്കാനേ പറ്റുള്ളൂ, അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിയന്ത്രണങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ മുഖ്യധാരയിൽ നിന്ന് മറ്റാളുകൾക്ക് ശല്യമില്ലാത്തവരെ ഒഴിച്ചു നിർത്തുകയാണ്. ഒഴിച്ചു നിർത്തുന്നത് നമ്മൾ അറസ്റ്റ് എന്നുള്ളവര് അല്ലെ ഡീറ്റൻഷനാണ്. അർത്ഥം ഡീറ്റൻഷൻ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പൗരാവകാശ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടപടിയെടുക്കും. അയാൾ മദ്യപിക്കുന്നത് തെറ്റാണോ? അല്ല. മദ്യപിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ബുദ്ധിമുട്ടോ വിഷമോ ആരെങ്കിലും ശല്യപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ മാത്രമേ അതൊരു കുറ്റമായിട്ട് മാറുന്നുള്ളൂ. ഇല്ലെങ്കിൽ മദ്യപിക്കാൻ ഗവൺമെന്റ് തന്നെ അത് പ്രൊമോട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. മയക്കുമരുന്നിനെ സംബന്ധിച്ചുള്ള ഉപയോഗിച്ച ഒരാളെ നമുക്കിപ്പോ അറസ്റ്റ് ചെയ്യാൻ, പോലീസിന് പോലും അറസ്റ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനാണ് ഇന്ന് സംജാതമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സെക്യൂരിറ്റി ഒക്കെ പറയുമ്പോൾ സംവിധാനങ്ങളെല്ലാം അതിന് അനുകൂലമായിട്ട് ഒരു നിലപാട് സ്വീകരിക്കണം. അത് സ്വീകരിക്കുന്നില്ല. പിന്നെ അംഗസംഖ്യ വളരെ കുറവാണ്. റെയിൽവേ ഈ ഒരു ട്രെയിനിലെ ഏറ്റവും ചുരുങ്ങിയത്, കാരണം എത്ര 400 മീറ്റർ 500 മീറ്ററോളം ഒക്കെ നീളത്തിലാണ് ട്രെയിൻ പോകുന്നത്. ഇത് മുഴുവൻ ഇതിന്റെ ഇടയിൽ കൂടെ ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുമോ? പറ്റില്ല. എല്ലാ സ്ഥലത്തും അത് ഒരു വാക്ക് ത്രൂ അല്ല എല്ലാ കമ്പാർട്ട്മെന്റുകൾ മുഴുവൻ. അപ്പൊ ഇതൊക്കെ കാണണമെങ്കിൽ എന്താ പറഞ്ഞ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ഇപ്പൊ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഫോൺ മുഖാന്തരം നിങ്ങൾക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും കൊടുക്കണം. അത് ഒരു ഏകദേശം നല്ല നിലയിൽ ആ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് അതിനകത്ത് ആള് ഇല്ലെങ്കിൽ പോലും അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സംവിധാനം ഇപ്പം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്ക് അനുഭവവേദ്യമാണ്. പക്ഷെ ഇവിടെ ഉള്ള പ്രധാന കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്ഷാമം ഒരു പ്രശ്നമാണ്. പോലീസിനായാലും ശരി, റെയിൽവേ പോലീസിനായാലും ശരി, പ്രൊട്ടക്ഷൻ ഫോഴ്സിനായാലും അതൊരു വലിയ പ്രശ്നമാണ്. അവർക്ക് ഈ യാത്രക്കാരുടെ എണ്ണം കൂടുന്നു, ട്രെയിനിന്റെ എണ്ണം കൂടുന്നു, ട്രെയിനിന്റെ ഫ്രീക്വൻസി വളരെ കൂടുന്നു. കാരണം ഇത് ആളുകളെയൊക്കെ ചെക്ക് ചെയ്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. കാരണം എല്ലാവരും അന്ത്യ നിമിഷത്തിൽ ഓടി അവരോടൊക്കെ ട്രെയിനിൽ ഫ്ലൈറ്റിൽ പോകുന്നതിന് നിങ്ങൾ 2 മണിക്കൂർ മുമ്പ് വരണം, 3 മണിക്കൂർ മുമ്പ് വരണം, 1 മണിക്കൂറിനുള്ളിൽ വന്നില്ലെങ്കിൽ നിങ്ങളെ ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല, ചെക്ക് ഇൻ ടൈം ഇതാണെന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ അതൊന്നും നമുക്ക് സാധ്യമല്ല. കാരണം പിന്നെ ഇതിന് നിയന്ത്രിക്കാൻ സ്ഥലമില്ല. എയർപോർട്ടിനുള്ളിൽ കടക്കണമെങ്കിൽ അവർക്ക് ഒരു വഴിയോ അല്ലെങ്കിൽ 2 വഴിയോ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അനുവദനീയമായ വഴിയാണ്. നേരെ മറിച്ച് ട്രെയിനിൽ കയറണമെങ്കിൽ റെയിൽവേ പാളത്തിന്റെ ഉള്ളവരൊക്കെ വരാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കൂടി കയറി വരാം. പിന്നെ റെയിൽവേ സ്റ്റേഷന് പോലും എല്ലാ സ്ഥലവും വേലിക്കെട്ടുകളില്ല. അപ്പൊ അതൊന്നും പെട്ടെന്ന് പ്രായോഗികമായിട്ട് നമ്മുടെ സാധ്യത. പക്ഷെ ചില ഫോറിൻ കൺട്രീസിലൊക്കെ റെയിൽവേ ട്രാക്കിലേക്ക് ആളുകൾ കയറാൻ വയ്യാത്ത സംവിധാനം നമുക്കതൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെയുള്ളതുകൊണ്ട് ഒരുപാട് പരിമിതിയുണ്ട്. ആ പരിമിതിയിലുള്ള ഇതേമാതിരിയുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതിനാകെ താൽക്കാലികമായിട്ട് ചെയ്യാൻ തന്നെ പോലീസിന് പ്രസൻസ് ഉണ്ടാകുക. അതിനോടൊപ്പം തന്നെ ഈ ഏതെങ്കിലും സ്ത്രീകൾക്കോ അല്ലെ മറ്റാർക്കെങ്കിലും ഇതേമാതിരി പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ ഒരു അലർട്ട്നെസ് കൊടുക്കുക. ഈ അലർട്ട്നെസ് കൊടുക്കുന്ന ഒരു ശബ്ദം അതിനകത്ത് എവിടെയെങ്കിലും ഒരു ബസർ ബട്ടൺ വെക്കുക. അത് ആ ക്യാബിനിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ ക്യാബിനിലുള്ള ആളുകൾക്ക് മുഴുവൻ അലർട്ടായിട്ട് ഇതെന്താ കാര്യം എന്ന് അന്വേഷിക്കുക. ആ പ്രശ്നം ചിലപ്പോൾ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചു എന്ന് വരും. അത് അല്ലാണ്ട് അല്ലെങ്കിൽ കുറെ അധികം വോളണ്ടിയേഴ്സ് അല്ലേ ഈ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റില് ഒരു 3-4 കമ്പാർട്ട്മെന്റിൽ ഒരാൾ നോക്കി അവര് ഒരു ചെറിയ ഒരു ശമ്പളം അല്ലെങ്കിൽ ഒരു അലവൻസ് കൊടുത്തതിന് ശേഷം ആരെങ്കിലും ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ എടുക്കാം. അവർക്ക് റെയിൽവേയില് വരുന്ന അവസരത്തിൽ അവിടുത്തെ അപ്പോയിന്റ്മെന്റിന് ഒരു റിസർവേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വില്ലിംഗ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് നല്ലൊരു ക്യാരക്ടർ ഫോർമേഷൻ ഉള്ള ആളുകളെ നോക്കിയെടുക്കണം. അതല്ലാണ്ട് നമുക്ക് തീർച്ചയായും വേണമെന്ന് വെച്ചാൽ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ അതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല എന്നത് വേണം മനസ്സിലാക്കാൻ. സൗമ്യയുടെ കേസിന് ശേഷം കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കേസുകൾ ഇങ്ങനെയാണെങ്കിൽ ഇതിനും എത്രയോ ഇരട്ടിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ദിവസേന റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾ. ഇതും റെയിൽവേക്ക് എത്തുന്നുണ്ട്. അതാണ് റെയിൽവേക്ക് ലഭിക്കുന്ന പരാതികളുടെ ഈ വർദ്ധിച്ച എണ്ണം സൂചിപ്പിക്കുന്നത്. പക്ഷേ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ്. കോവിഡിന്റെ മറവിലാണ് ട്രെയിൻ ടിക്കറ്റ് പാസഞ്ചർ ട്രെയിനിൽ പോലും ക്രമാതീതമായി ഉയർത്തി റെയിൽവേ ലാഭം കൊയ്തത്. ആ റെയിൽവേക്ക് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഉത്തരവാദിത്വം ഉണ്ട്. അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ഇപ്പോൾ ഈ ചർച്ചയിൽ റിട്ടയർഡ് SP സുഭാഷ് ബാബു ആണ് ഈ മദ്യപിച്ച് യാത്ര ചെയ്യുന്നത് വിലക്കാൻ പറ്റില്ല എന്നൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. അത് തെറ്റാണ് എന്ന് ആണ്. റെയിൽവേയുടെ ആക്റ്റിൽ തന്നെ
ഈ മദ്യപാനം നിരോധിച്ചിട്ടുള്ള ഉത്തരവുണ്ട്, മദ്യപിക്കാൻ അനുവദിക്കാത്ത ഉത്തരവുണ്ട്. ഒപ്പം തന്നെ മദ്യപിച്ച് യാത്ര ചെയ്യുന്നതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ യാത്ര ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട് എന്നതാണ്. പറഞ്ഞോളൂ സുഭാഷ് ബാബു. പറഞ്ഞോളൂ, താങ്കൾ എന്തെങ്കിലും സൂചിപ്പിക്കാൻ വന്നതാണോ? താങ്കൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു കിട്ടിയ മെസ്സേജാണ്. ഞാൻ പറഞ്ഞത് തെറ്റല്ല. അങ്ങനെ ഏതെങ്കിലും മറ്റാളുകൾക്ക് അലവസരമോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നോയിസൻസോ ഉണ്ടാക്കുന്ന അവസരത്തിലല്ലാതെ മദ്യപിക്കുന്ന ഒരാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കുറ്റമാണ്. അത് പിന്നെ പോലീസ് ആക്ട് പ്രകാരമായാലും ശരി, റെയിൽവേ ആക്ട് പ്രകാരമാണെങ്കിലും ശരി നടപടി സ്വീകരിക്കണം. അല്ലാത്ത സാധ്യമല്ല എന്ന് പറഞ്ഞത് 100% ശരിയാണ്. ആർക്കെങ്കിലും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ തടസ്സമുണ്ടാക്കുകയോ മറ്റു രീതിയിലുള്ള അലവസരം ഉണ്ടാക്കുന്ന ഒഴിച്ച് ബാക്കി ഒരു സാഹചര്യത്തിലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ ഉള്ള നടപടിക്രമമാണ്. അതിന് വ്യത്യാസമൊന്നുമില്ല. അത് കുറ്റമായതുകൊണ്ട് അതിന് നിയന്ത്രിക്കാൻ പറ്റും. അതെ, റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിലും മറ്റു പരിസരങ്ങളിലും വെച്ച് മദ്യപാനം നിരോധിച്ചിരിക്കുന്നുണ്ട്. റെയിൽവേ ആക്ട് സെക്ഷൻ 165 1989 റെയിൽവേ ആക്ടിലെ സെക്ഷൻ 165 പ്രകാരമാണ് മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ളത്. പക്ഷേ അത് കണ്ടുപിടിക്കുക, അതിന് നടപടിയെടുക്കുക എന്നതിന്റെ ബുദ്ധിമുട്ടാണ് താങ്കൾ സൂചിപ്പിച്ചത് അല്ലേ? അല്ല, അത് അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലെങ്കിൽ മദ്യപിച്ച് കയറാൻ പാടില്ല എന്ന് പറയാം. അതിനുള്ളിൽ മദ്യപിക്കാൻ പാടില്ല, അത് നിയമമുണ്ട്. പക്ഷെ മദ്യപിച്ച് അതിനകത്ത് കയറുന്ന ആളുകളുണ്ട്. കയറിക്കഴിഞ്ഞാൽ മറ്റാളുകൾക്ക് ബുദ്ധിമുട്ടോ അലവസരമോ തടസ്സമോ അല്ലെങ്കിൽ മറ്റ് നോയിസൻസുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രം അതൊരു കുറ്റത്തിലേക്ക് പോകുള്ളൂ. കുറ്റത്തിലേക്ക് പോയാൽ ആ വ്യക്തി അവിടെ നിന്ന് മാറ്റുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും സാധിക്കും. അല്ലാത്ത സാഹചര്യത്തിൽ സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് നിയമവും. ഈ 1989 റെയിൽവേ ആക്ടിലെ സെക്ഷൻ 165 പ്രകാരം മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിരോധനമുണ്ട്, പക്ഷെ അത് നടപ്പാക്കുക പ്രാവർത്തികമല്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായില്ലെങ്കിൽ എന്നതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെ, അതാണല്ലോ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക മിക്കവാറും ആളുകള് ഒരു നല്ല ശതമാനം. ഞാൻ അതാണ് ആദ്യം ഈ ചർച്ചയിൽ സൂചിപ്പിച്ചത്. ഈ വ്യക്തി കാല് നിലത്തുറയ്ക്കാത്ത വിധം മദ്യലഹരിയിലായിരുന്നു. ഇയാൾ പലരുമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇയാൾ ഒരു സ്ഥിരം മദ്യപാനിയും മദ്യപിച്ച് വീട്ടിലെത്തി ഭാര്യയെ ഉപദ്രവിക്കുന്ന വ്യക്തിയുമാണ്. അത് അയൽവാസി സ്ഥിരീകരിച്ചിരുന്നു ന്യൂസ് 18നോട് ഇന്ന് രാവിലെ. അപ്പോൾ അങ്ങനെ മദ്യപാനത്തിന് അടിമയാണ് ഇയാൾ. പോലീസിന്റെ പിടിയിലാകുന്നത് കൊച്ചുവേളിയിൽ വെച്ചാണ്. കൊച്ചുവേളിയിൽ വെച്ച് പോലീസിന്റെ പിടിയിലാകുമ്പോൾ ഇയാളുടെ കാല് നില തുറക്കുന്നില്ല, ഇയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇയാളിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാൻ പോലും പോലീസ് ഒരുപാട് ബുദ്ധിമുട്ടി. അത്രയും മദ്യലഹരിയിലായിരുന്ന വ്യക്തിയാണ്. അത് ഏതെങ്കിലും തരത്തിൽ അക്രമത്തിലൂടെ അല്ലാണ്ട് തന്നെ അയാൾ മദ്യപാനിയാണ്, അയാൾ ആ സഞ്ചാരത്തിന് യോഗ്യനല്ല എന്ന് കാണാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. റെയിൽവേ സ്റ്റേഷനിൽ പരിശോധനകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും, ട്രെയിനിനുള്ളിലുള്ള പരിശോധനയല്ല, റെയിൽവേ സ്റ്റേഷനുകളിൽ അത്തരം നിരീക്ഷണം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഈ സംഭവം ഒഴിവാക്കാമായിരുന്നതായിരുന്നു. അയാൾ ആ സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ എത്തിയായിരിക്കുമല്ലോ ഈ ട്രെയിനിലേക്ക് കയറിയത്. അതിനുശേഷം യാത്ര ചെയ്യുന്നു. ആദ്യം ഈ കുട്ടികളുമായി പ്രശ്നം ഉണ്ടാക്കുന്നു. ഈ ഘട്ടത്തിലൊന്നും ഇത് ഉപകാരപ്പെടുന്നില്ല നിയമം എന്നതാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാട്ടിയത് ശ്രീമതി ദിവ്യ. ഇവിടെ ഇപ്പോൾ റെയിൽവേ ഒരുപാട് ടോൾ നമ്പറുകൾ ഈ സഹായം അഭ്യർത്ഥിച്ച് വിളിക്കാവുന്ന 139ഉം 182ഉം ഒക്കെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്ക് ഇവരെ വിളിച്ചറിയിക്കാം, സഹായം കിട്ടും എന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള അടിയന്തര സഹായം ലഭിക്കുന്ന മറ്റ് നമ്പറുകളും ട്രെയിനുകളിലും സ്റ്റേഷനുകളിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ അത് എത്രമാത്രം പ്രായോഗികമാകുന്നുണ്ട്? ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് എവിടെ നിന്നെങ്കിലും സഹായം എത്തി ചില രക്ഷപ്പെടുന്ന കേസുകളുണ്ട്, അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് പ്രായോഗികമാണോ? പിന്നെ ട്രെയിനിൽ യാത്ര മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ബസ്സിലായാലും ഇത്തരം സംഭവങ്ങളൊക്കെ നിരവധിയാണ്. ഏതൊക്കെ തരത്തിൽ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നുണ്ട് യാത്രയിൽ, അത് ശാരീരികമായും അല്ലാതെയും ഒക്കെ. പൊതുനിരത്തുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, അങ്ങനെ പൊതുവെ എവിടൊക്കെ സ്ത്രീയും പുരുഷനും ഒക്കെ വരുന്നുണ്ടോ അവിടങ്ങളിലൊക്കെ നേരത്തെ ഉപേന്ദ്രനാരായണൻ പറയുന്ന പോലെ ചിലരൊക്കെ ഉൾവലിഞ്ഞു പോകും, ചിലർ അല്ലാതെ തന്നെ നിന്നാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത് റെയിൽവേയുടെ മാത്രം ഒരു പ്രശ്നമാണോ, റെയിൽവേയിൽ മാത്രം ഉണ്ടാകുന്നതാണോ, അതോ നമ്മൾ പൊതുവെ കാണണമോ? തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ ഓടുമ്പോഴും മ്യൂസിയത്ത് വന്ന സ്ത്രീക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ പൊതുവെ ഉണ്ടാകുന്ന സംഭവങ്ങളാണോ ഇവിടെയും സംഭവിക്കുന്നത്?
ഞാൻ നേരത്തെ കൈ ഉയർത്തിയത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കോണ്ടെക്സ്റ്റിൽ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതെന്തായാലും ആദ്യം പറയാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മള് ഓടുന്ന വാഹനത്തിന്റെ ഡോറുകൾ ക്ലോസ് ചെയ്യാന്ന് പറയുന്നത് ഒരു സാമാന്യ ബുദ്ധിയുടെ ഭാഗമാണ്. ബുദ്ധിയുടെ മാത്രമല്ല, സുരക്ഷയുടെ ഭാഗമാണ്. നമ്മളിപ്പോ കാർ ഓടിക്കുകയാണെങ്കിൽ കാറിന്റെ 4 സൈഡിലെ ഡോറും ക്ലോസ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ നമ്മൾ ഡ്രൈവ് ചെയ്യാറുള്ളൂ. അതുപോലെ ബസ്സിലാണെങ്കിൽ ബസ്സിൽ യാത്രക്കാർ കയറി കഴിഞ്ഞാൽ ഉടനെ മുന്നിലത്തെ വാതിലും പിന്നിലത്തെ വാതിലും ക്ലോസ് ചെയ്യും, ആരും പുറത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ട്രെയിനിന് മാത്രം എന്താണ് ഇങ്ങനെ? ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഇതിന്റെ എല്ലാ ഡോറുകളും ഓപ്പൺ ആണല്ലോ. അത് ഏറ്റവും വലിയൊരു സുരക്ഷാ പ്രശ്നം തന്നെയല്ലേ? ട്രെയിൻ ഒരു സ്ഥലത്ത് സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഡോറുകൾ ഓപ്പൺ ആവുക, യാത്രക്കാർക്ക് ഇറങ്ങാൻ പറ്റുക, അവിടെ നിന്നുള്ള യാത്രക്കാർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുക. അത് കഴിഞ്ഞ് ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഡോറുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആവണം. അങ്ങനെ ക്ലോസ് ആവുന്ന ട്രെയിനുകളാണെങ്കിൽ ഈ പറഞ്ഞ സൗമ്യയുടെ ദുരന്തം സംഭവിക്കില്ലായിരുന്നു, ഇന്നലെ ഈ പറഞ്ഞ കുട്ടിക്ക് ദുരന്തം സംഭവിക്കില്ലായിരുന്നു. ഇതിനിപ്പോ ഒരാള് ചവിട്ടി തള്ളി താഴെ ഇട്ടില്ല എന്ന് തന്നെ വിചാരിച്ചോളൂ. അല്ലാതെ തന്നെ ബാത്റൂമിൽ നിന്നൊക്കെ പുറത്തിറങ്ങി വന്ന് വാഷ് ബേസില് മുഖം കഴുകുന്ന ഒരാൾ പോലും പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള സാധ്യത വളരെയധികം ഉണ്ട് നമ്മുടെ ട്രെയിനുകളിൽ. കാരണം എപ്പോഴും ആ വാതിൽ അവിടെ ഓപ്പൺ ആണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരോ ഒക്കെ വേച്ചു പോകാനും ഡോറിൽ നിന്ന് പുറത്തേക്ക് വീഴാനും ഉള്ള റിസ്ക് എപ്പോഴും ഉണ്ട് നമ്മുടെ ട്രെയിനുകളിൽ. അപ്പൊ ഇതിനൊരു പരിഹാരം അടിയന്തരമായിട്ട് ഉണ്ടാക്കിക്കൂടെ? ദിവ്യ, ഇങ്ങനെ സാധാരണക്കാർ പോകുന്ന ട്രെയിനുകളിലാണ്, പ്രീമിയം ട്രെയിനുകൾ, ഇപ്പൊ വന്ദേ ഭാരതൊക്കെ ആണെങ്കിൽ കയറിയ ഉടനെ ഡോറുകൾ അടയും, അവർക്ക് മാത്രം സുരക്ഷ മതി. അപകടം സംഭവിച്ച ട്രെയിനും അത്രയും ലോക്കൽ ട്രെയിൻ ഒന്നും അല്ലല്ലോ. കേരള എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ആണ്. അതെ, സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ്. പക്ഷെ അവിടെ ഈ പറഞ്ഞ സുരക്ഷ ഇല്ല. ഇനിയിപ്പോ ലോക്കൽ ട്രെയിൻ ആയിക്കോട്ടെ, ലോക്കൽ ട്രെയിനിലാണെങ്കിൽ പോലും ഈ ഒരു മിനിമം സുരക്ഷ ഉണ്ടായിരിക്കണം. ഏത് വാഹനമായാലും ഓടുന്ന വാഹനത്തിന്റെ ഡോർ ഓപ്പൺ ആയി കിടക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതും ട്രെയിൻ പോലെ ഇത്രയും നീണ്ട ഇത്രയും ലെങ്തിലുള്ള ഒരു വാഹനമാണ്. അതിന്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ വാതിലുകൾ ഓപ്പൺ ആയി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിന് അപകട സാധ്യതയുള്ളതല്ലേ? അപ്പൊ അതല്ലേ നമ്മൾ ഇത്രത്തോളം ടെക്നോളജി ഡെവലപ്പ് ചെയ്ത ഒരു അവസ്ഥയിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവരൊക്കെ എന്താണ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടുത്തെ ടെക്നീഷ്യൻസിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതൊക്കെ പരിഹരിക്കാവുന്ന വിഷയങ്ങളല്ലേ ഉള്ളൂ. നമ്മളൊക്കെ എത്ര രൂപ ഓരോ വർഷം ടാക്സ് കൊടുക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്. ഇത്തരം അടിയന്തരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ആ പൈസ ഒക്കെ ചെലവാക്കേണ്ടത്? അതൊന്ന്. പിന്നെ നേരത്തെ രേണുക പറഞ്ഞ വിഷയം, അത് ട്രെയിനിൽ മാത്രം ഉണ്ടാവുന്നതല്ല, ബസ്സില് ഇപ്പം ഈ സവാദിന്റെ വിഷയം, അയാൾ ഒരു തവണ പിടിച്ചു, അയാൾ പിന്നെ ജാമ്യത്തിൽ ഇറങ്ങി, മെൻസ് അസോസിയേഷൻകാര് മാലയിട്ട് സ്വീകരിച്ചു. അയാൾ രണ്ടാമതും പോയിട്ട് ബസ്സിൽ ഇതേപോലെ ഒരു അതിക്രമം കാണിച്ചു, വീണ്ടും അയാൾ പിടിയിലായി. ഇത് ഒരു സ്ഥലത്ത് മാത്രം, ഒരു ട്രെയിനിലോ ബസ്സിലോ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മുടെ ഒരു പൊതുബോധത്തിന്റെ വിഷയം കൂടിയുണ്ട്. മാത്രമല്ല ഇവർക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? ഇപ്പൊ ഗോവിന്ദചാമിയുടെ വിഷയം തന്നെ നമുക്ക് എടുക്കാം. ഗോവിന്ദചാമിയെ ആദ്യം തൂക്കിക്കൊല്ലാൻ വിധിച്ചു, പിന്നീട് ആ വിധി മാറുകയാണ്, ജീവപര്യന്തം എന്നുള്ള മാറുകയാണ്. അയാൾക്ക് ജയിലിലാണെങ്കിൽ നല്ല സുഖജീവിതം, മട്ടണും ചിക്കനും ഒക്കെ കൊടുത്തിട്ട് അയാളെ നല്ല സുമുഖനാക്കി മാറ്റിയത് നമ്മളൊക്കെ കണ്ടതാണ്. എന്നിട്ടോ അയാൾ വീണ്ടും വളരെ ഈസി ആയിട്ട് അയാൾ ജയിലിൽ ചാടി പുറത്ത് കൂളായിട്ട് പോയി. എന്തോ ഭാഗ്യത്തിന് ഏതോ ഒരു വ്യക്തി കണ്ടു, അയാൾ ഗോവിന്ദചാമി എന്ന് വിളിച്ച സമയത്ത് ഇയാള് പേടിച്ചോടി. അങ്ങനെ പോലീസിന് മിടുക്കൊന്നല്ല, ആ കണ്ട വ്യക്തിയുടെ മിടുക്കുകൊണ്ട് അയാൾ പിടിയിലായി. എന്തോ ഭാഗ്യത്തിന്. ഒരു തലനാരി ഇഴയ്ക്ക് പഴച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അയാളിപ്പം സ്റ്റേറ്റ് വിട്ടേനെ. ഇപ്പോഴും അയാള് ഈ പറഞ്ഞ ക്രൈമുകളൊക്കെ ചെയ്ത് ഇവിടെ സസുഖം വാണേനെ. ഇതാണ് ഈ പറയുന്ന ഗോവിന്ദചാമി പോലെയുള്ള അതേ മൈൻഡ് സെറ്റുള്ള ക്രിമിനലുകൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ഇത്രയൊക്കെ ഉള്ളൂ, എന്ത് ചെയ്താലും തൂക്കിക്കൊല്ലാൻ കഴുത്തിന്റെ മുകളിൽ കുരുങ്ങാൻ വന്നാൽ പോലും നമ്മൾ രക്ഷപ്പെടും, നമുക്ക് സുഖകരമായ ഒരു ജീവിതമുണ്ട്, വേണമെങ്കിൽ നമുക്ക് ജയിലിൽ ചാടി വീണ്ടും സുഖമായിട്ട് ജീവിക്കാം. ഈ ഒരു മെസ്സേജാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു നിയമ സംവിധാനത്തിൽ, ഇങ്ങനെ ഒരു സാമൂഹ്യ സംവിധാനത്തിൽ നമ്മൾ ക്രിമിനലുകളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സ്ത്രീകൾ ഉൾവലിഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. എത്രത്തോളം ഉള്ളിലേക്ക് വലിയാൻ പറ്റും? ഉള്ളിലേക്ക് വലിഞ്ഞ് വീടിനുള്ളിലിരുന്ന വീട് സുരക്ഷിതമാണോ? വീട്ടിലുള്ള അതിക്രമങ്ങൾ എത്രത്തോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമ സംവിധാനം അത് നടപ്പിലാക്കപ്പെടുക എന്നുള്ളത്, അതേപോലെ തന്നെ ബോധവൽക്കരണം, ചെറുപ്പത്തിലെ തന്നെ ആൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില മൂല്യങ്ങൾ അവരിൽ, ആരോഗ്യകരമായ ആൺപെൺ ബന്ധങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഇങ്ങനെയൊക്കെ മാത്രമേ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ. അല്ലാതെ സ്ത്രീകൾ, അദ്ദേഹം പറഞ്ഞത് എന്തുദ്ദേശാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ പെൺകുട്ടികൾ, നമ്മൾ പറയുമല്ലോ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ
ഇതിന്റെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണ്, സ്ത്രീകൾക്ക് അടക്കമൊതുക്കോ ഇല്ലാഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ന്യായമായിട്ടാണ് എനിക്ക് തോന്നിയത്. ട്രെയിനിലും ബസ്സിലും ഒക്കെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് അവര് സുരക്ഷയെക്കുറിച്ച് ബോധമില്ലാഞ്ഞിട്ടാണ്, അവര് ഉൾവലിഞ്ഞിരിക്കാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുന്നത് അത്തരം ഒരു വാദം പോലെയാണ് തോന്നിയിട്ടുള്ളത്. ശ്രീ ബിജു, ഇവിടിപ്പോ ഈ പെൺകുട്ടിക്ക് നേരിട്ട ദാരുണമായിട്ടുള്ള സംഭവം, അതിൽ കൃത്യമായ അന്വേഷണം നടന്ന് നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഈ കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതൊരു സന്ദേശമായി മാറണം. ആ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാകണം. അപ്പോൾ റെയിൽവേക്ക് ഉത്തരവാദിത്തമുണ്ട്, സംസ്ഥാന പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. നിരീക്ഷണങ്ങൾ ശക്തമാക്കണം. അതൊന്നും ഉണ്ടാകുന്നില്ല. എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്നു. അതിനുശേഷം പിന്നീട് എല്ലാം പഴയപടിയാകുന്നു. ഇപ്പോഴും രാത്രികാലങ്ങളിലൊക്കെ ഈ കമ്പാർട്ട്മെൻറ്റുകൾ, ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റൊക്കെ നിർത്തുന്നത് പ്ലാറ്റ്ഫോം പോലും ഇല്ലാത്ത ഇടങ്ങളിലാണ്. അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ യാത്രക്കാർ അനുഭവിക്കുന്നുണ്ട്. നിരന്തരം ഇത് പരാതിപ്പെടുന്നുണ്ട്. പക്ഷേ പരിഹാരമില്ലാതെ പോകുന്നു. ടിക്കറ്റ് നിരക്ക് മാത്രം ഈ കോവിഡിൻ്റെ മറവിൽ ഒക്കെ അരുംകൊള്ള നടത്തിയതുപോലെയുള്ള രീതിയിൽ ലാഭം നോക്കിയുള്ള നീക്കങ്ങളും നടപടികളും മാത്രം മുറ പോലെ നടക്കുന്നു. ഒന്ന്, നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞാൽ ആർക്കും ജാമ്യം കിട്ടുന്നു എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ ജാമ്യം കിട്ടി അവർ പുറത്തിറങ്ങുന്നു. വീണ്ടും അവര് ആ ജാമ്യത്തിനുള്ള തുക കണ്ടെത്താൻ വേണ്ടി കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നു. പിന്നെ ഇത്തരം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടരുന്നു. ഇത് പരിഹരിക്കാനുള്ള ഒരു പ്രധാന മാർഗം എന്ന് പറയുന്നത് തീവണ്ടിയിലെ എല്ലാ കമ്പാർട്ട്മെന്റുകളും തമ്മിൽ കണക്ഷൻ ഉണ്ടാണ്. കമ്പാർട്ട്മെന്റ് പുറത്ത് പോവുകയല്ല, ആളുകൾക്ക് പാസേജ്. ഇപ്പൊ ഈ പെൺകുട്ടിക്ക് യഥാർത്ഥത്തിൽ ഇപ്പുറത്തുനിന്ന് ഓടി ഇപ്പുറത്ത് ജനറൽ കമ്പാർട്ട്മെന്റിൽ മറ്റുള്ളവർ ഇരിക്കുന്നിടത്തേക്ക് വരാൻ ഒരു ഇടനാഴി അടച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ്. അത് തുറന്നിടാവുന്നതാണ്. അത് തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ദുരന്തം സംഭവിക്കത്തില്ല. ഇനി മറ്റൊരു പരിഹാരമായിട്ട് പറയാവുന്നതെന്ന് പറയുന്നത് ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് പകുതി ലേഡീസിനും പകുതി ജെൻസിനുമായിട്ട് അല്ലെങ്കിൽ പകുതി ജനറലായിട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒറ്റപ്പെട്ടു പോകുന്നില്ല. പല വണ്ടികളും ഈ കുറെ ദൂരം പിന്നിട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ലേഡീസിന്റെ എണ്ണം ആ കമ്പാർട്ട്മെന്റുകളിൽ വളരെ കുറയും. മിക്ക കമ്പാർട്ട്മെന്റുകളിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ലേഡീസ് ഇരിക്കുന്നത്. ഇവിടെ ഇപ്പൊ അങ്ങനെയൊക്കെ ഒരു സംഭവമില്ല. ആ പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയും കൂടെ ഉണ്ട്, ജനറൽ കമ്പാർട്ട്മെന്റിലും ആയിരുന്നല്ലോ. ആ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിട്ട് പോലും അതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. ആ പെൺകുട്ടിക്ക് ഈ ആളിനെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവനെ ഒന്ന് അടിക്കുകയോ ചവിട്ടുകയോ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. രണ്ടുപേരുണ്ടായിട്ട് ഒരു പെൺകുട്ടി നിസ്സഹായമായി മാറി നോക്കി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ളൊരു വലിയ വീഴ്ചയും അതിൽ കാണാം. 19 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയല്ലേ ആക്രമിക്കപ്പെടുന്നത്. ആ കുട്ടിയുടെ കൂട്ടുകാരിക്കും ഏതാണ്ട് അത്രയുമൊക്കെ പ്രായം. ആ സിറ്റുവേഷൻ എങ്ങനെ അവർ ഡീല് ചെയ്യും, അല്ലെങ്കിൽ അത് എങ്ങനെ മറികടക്കും? പകച്ചു പോകില്ലേ അങ്ങനെയുള്ള സമയത്ത്? അവന്റെ കവളിൽ ഒരു മാന്ത് കൊടുത്താൽ മതി, ആ പെൺകുട്ടി തീർച്ചയായിട്ടും അയാൾ ഞെട്ടി മാറുമായിരുന്നു. അല്ലെങ്കിൽ ഒരു മുട്ടുസൂചി എടുത്ത് ഒരു കുത്തു കൊടുത്താൽ മതിയായിരുന്നു, അയാൾ മാറുമായിരുന്നു. അയാൾ ഒന്നും ചെയ്യത്തില്ല. അയാളെ പ്രത്യേകിച്ച് വേച്ചു പോകുന്ന ഒരാൾ, മദ്യപിച്ച് മതോന്മത്തനായി നിൽക്കുന്ന ഒരാളൊന്ന് തട്ടിയാൽ മതി, അയാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിഞ്ഞു വീഴും. അപ്പോൾ രണ്ട് പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും ആ പെൺകുട്ടിയെ, വീണ കുട്ടിയെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കുട്ടി പിന്നുള്ളതെന്ന് പറയുന്നത് അലറി വിളിക്കുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തത് കൊണ്ടാണ് ആ കുട്ടിയെ ജീവനോടെയെങ്കിലും ഇപ്പോൾ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ആ കുട്ടി ജാഗ്രതയോടുകൂടി ഇടപെട്ടത് കൊണ്ടാണ്. ഇങ്ങനെ സംസാരിക്കാനേ പാടില്ല സത്യത്തിൽ. അതെ, സത്യം. ഒരു രണ്ടാമത്തെ പെൺകുട്ടി പിടിച്ച് തൂങ്ങിക്കിടന്ന പിണ്ടാണ് ഞാൻ പുറത്തേക്ക് വീഴാതിരുന്നത്. ഈ കുട്ടി രണ്ടാമത്തെ കുട്ടിയാണ് ചവിട്ടി, അല്ലെങ്കിൽ ആ പെൺകുട്ടിയും കൂടെ ആക്രമിക്കപ്പെട്ടേനെ ആ രീതിയിൽ. ആ കുട്ടി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഇത് കാണുന്നത്. ആ കുട്ടി അത് കണ്ട് പകച്ചുപോയി. അത് മാത്രമല്ല, ഈ പെൺകുട്ടികൾ ഏതെങ്കിലും തരത്തിൽ ഷൈ ആയിട്ടോ അല്ലെങ്കിൽ പേടിച്ചോ പകച്ചോ ഒന്നും നിന്നതല്ല. അവർ ബോൾഡായിട്ട് അയാൾ ശല്യപ്പെടുത്തിയപ്പോൾ പ്രതികരിച്ച കുട്ടികൾ കൂടിയാണ്. പക്ഷേ അപ്രതീക്ഷിതമായി പിന്നിൽ നിന്ന് ചവിട്ടി ഈ നിസ്സാര കാര്യത്തിന് പുറത്തേക്ക് ചവിട്ടിക്കളയും എന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അങ്ങനെ പ്രതീക്ഷിക്കാത്ത, സ്വപ്നത്തിൽ പോലും ആരും കാണാത്ത ഒരു ദുരന്തം ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അക്രമം അവിടെ നടക്കുമ്പോൾ ആ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിച്ചൂടെ എന്ന് പറയുന്നത് ഏത് താങ്കളുടെ യാത്രാ പരിചയം കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ശ്രീ ഉപേന്ദ്രനാരായണൻ, നോക്കൂ, നമ്മുടെ ഈ സുരക്ഷ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണല്ലോ ഞാൻ നേരത്തെ മുതൽ സൂചിപ്പിക്കുന്നു. ഈ തുറന്നു കിടക്കുന്ന വാതിലുകൾ വളരെ അപകടം സൃഷ്ടിക്കുന്നുണ്ട്. അക്രമികൾക്ക് ഇതുപോലെ യാത്രക്കാരെ ഉപദ്രവിക്കാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ യാത്ര സുരക്ഷിതമാക്കുന്നതിന് ട്രെയിനിന്റെ സ്ട്രക്ചറുകളിൽ ഒക്കെ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് സാധ്യമാകുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ? അല്ലെങ്കിൽ
നിർബന്ധമായും നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഈ ട്രെയിൻ യാത്ര തുടങ്ങി കഴിയുമ്പോൾ ഡോറുകൾ ക്ലോസ് ചെയ്യണം എന്നൊക്കെയുള്ള നിബന്ധനകളോട് കൂടി തന്നെ ഒരു പരിധിവരെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുമോ? രേണുക എന്നോടാണോ? അതെ അതെ. ഓക്കെ, തീർച്ചയായിട്ടും. കാര്യം നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കൊച്ചി മെട്രോ റെയിൽ നോക്കുക. അതിന്റെ റെയിൽവേ സ്റ്റേഷന്റെ ഡിസൈൻ, അത് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന വിധങ്ങൾ, അതിന്റെ ട്രെയിൻ, മെട്രോ റെയിൽ എന്ന് പറയുന്ന ട്രെയിനിനകത്ത് യാത്ര ചെയ്തവർക്കെല്ലാം ഹൈലി സെക്യൂർഡ് ആണ്. ഇപ്പൊ സ്റ്റേഷനകത്തുനിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിലും അകത്തേക്ക് കയറണമെങ്കിലും ഒരു സ്ക്രീനിങ് ഉണ്ട്. നമ്മളെ സ്കാൻ ചെയ്ത് പ്രോപ്പറായിട്ട് കയറ്റുള്ളൂ. എല്ലാ റെയിൽവേ സ്റ്റേഷനും യൂറോപ്പില് അങ്ങനെയാണ്. അതേപോലെ തന്നെ ട്രെയിനിന്റെ ഡിസൈൻ, അതിന്റെ കമ്പാർട്ട്മെന്റ് വണ്ടി വിടുന്നതിന് മുമ്പ് തന്നെ ക്ലോസ് ആകും. ഒരിക്കലും ഇങ്ങനെ ഇപ്പൊ ദിവ്യ പറഞ്ഞ പോലെ ഓപ്പൺ ആയിട്ട് കിടക്കുകയല്ല ട്രെയിനിന്റെ ഡോർസ്. അത് ഇന്ത്യയിൽ മാത്രമാണ് റെയിൽവേയുടെ ഡോറുകൾ തുറന്നു കിടക്കുകയും ആർക്ക് എവിടെ വന്നും കയറാം, ഇറങ്ങാം, എന്തും ചെയ്യാം എന്നുള്ളതൊക്കെ വരുന്നത് നമ്മുടെ ആ ഡിസൈനിന്റെ ഒരു തെറ്റാണ്. നമ്മൾ അഡ്വാൻസ് സ്റ്റേജിലേക്ക് മാറുമ്പോൾ മെട്രോ റെയിലിന്റെ ആ ഡിസൈനും സ്റ്റേഷന്റെ ഡിസൈനും നമ്മൾ അഡോപ്റ്റ് ചെയ്ത് അതേ രീതിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ യാത്രക്കാർക്ക് സുരക്ഷ ഉണ്ടാകും. അതേപോലെ തന്നെ ഇങ്ങനെ ഡ്രങ്കഡ്സോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും വരില്ല. ഇപ്പൊ കൊച്ചി മെട്രോ യാത്ര ചെയ്യുന്നവർക്കറിയാം, അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടാവും. അയാൾ സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ നോക്കി മാത്രം കുറ്റവാളികളെ കടത്തി വിടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പെൺകുട്ടികൾ ഉൾവലിയണം എന്നല്ല, പെൺകുട്ടികളുടെ ഒരു സ്വഭാവം ഞാൻ പലപ്പോഴും ട്രെയിനകത്ത് യാത്ര ചെയ്യാറുള്ളതാണ്. ആ ഡോറിന്റെ ഭാഗത്ത് നാരോ സ്ഥലത്ത് പോയി ക്യാമ്പ് അടിച്ച് നിൽക്കും. അപ്പൊ ഒന്നാമത് ഈ മദ്യപാനിയ ആൾക്കാര് ഇറിറ്റേറ്റ് ചെയ്തിട്ടാണ് വിട്ടേക്കുന്നത്. അവനാകെ ദേഷ്യത്തിൽ വന്നു. ഈ സ്ത്രീകൾ മാറിയില്ല, പെൺകുട്ടികൾ മാറിയില്ല. അതിനാണ് ഈ മദ്യപിച്ചുള്ള യാത്ര പോലും നിയമവിരുദ്ധമാക്കുന്ന നിയമങ്ങളുണ്ട്, പക്ഷെ അത് ഉറപ്പുവരുത്തുന്നില്ല, പാലിക്കപ്പെടുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച കാരണമായി മാറുന്നത്. അവിടെ അത്തരം നിരീക്ഷണങ്ങൾ നടക്കുന്നില്ല, അത് ഉറപ്പുവരുത്തുന്നില്ല. മറ്റ് യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയാത്ത രീതിയിൽ ഇത്തരം മനുഷ്യരെ അവർക്കൊപ്പം യാത്ര ചെയ്യാൻ അനുവദിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രശ്നം നിറഞ്ഞ കാര്യം. എന്തായാലും നമ്മുടെ സംവിധാനങ്ങൾ, അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കട്ടെ. അതിന് ഈ സംഭവമെങ്കിലും കാരണമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. ഈ യാത്ര ജോലി ചെയ്തൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് സുരക്ഷിത യാത്ര ഉറപ്പുവരുത്താൻ ഉള്ള ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ട്. അത് അറിഞ്ഞ് പ്രവർത്തിക്കണം, ഉണർന്ന് പ്രവർത്തിക്കണം നമ്മുടെ സംവിധാനങ്ങൾ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ്@9 കാണാം.